Hello everyone, welcome back to Career Lane Kerala. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് കീഴിൽ വന്നിരിക്കുന്ന 13 ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡേറ്റ എൻട്രി ഉൾപ്പെടെ ടൈപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ ജോബിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞ വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസം നമ്മൾ 2 വീഡിയോസ് വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള ലിങ്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ജനറൽ കാൻഡിഡേറ്റ്സിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ കാണാവുന്നതാണ്. മൊത്തം 13 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്, അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ എൻട്രി, ടൈപ്പിസ്റ്റ്, ഇങ്ങനെ 13 നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതിന് മുന്നേ ഇതിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് എല്ലാത്തിൻ്റെയും സെയിം തന്നെയാണ്, 10/10 ആണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 10/11/2025 ആണ് ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത്. നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകും. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാകും. ഇന്റർവ്യൂ നടത്തുന്നത് ഏത് സഹകരണ ബാങ്കിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഏതെങ്കിലും സഹകരണ സംഘത്തിലാണ്, ഏതിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ ആയിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ നടത്തുക. ആ ഇന്റർവ്യൂവിൻ്റെയും ഓൺലൈൻ പരീക്ഷയുടെയും മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈൻ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക. www.cscb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയതിനു ശേഷം ആദ്യം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അത് ഓൺലൈൻ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈൽ പൂർത്തിയാക്കാവുന്നതാണ്. അതിന് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കുറച്ച് മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും. സോ വീഡിയോ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് സെക്രട്ടറി പോസ്റ്റ് ആണ്. ഇതിനകത്ത് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി വിത്ത് HDC ആൻഡ് HM ആണ്. HDC ആൻഡ് BM ആണ്. ഇതിനകത്ത് 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ BSc ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് മതിയാവും. ഇനി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതല്ലെങ്കിൽ MCom വിത്ത് ഫിനാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനാണെങ്കിൽ നിങ്ങൾക്ക് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MCom വിത്ത് ഫിനാൻസ്, മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് മാത്രം മതിയാവും. ഇനി നിങ്ങൾക്ക് BCom വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. BCom കോർപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇതിന് വേണ്ടത്. ആൻഡ് ഇതിനകത്ത് നിങ്ങളുടെ ഓരോ സംഘത്തിന് എവിടേക്കാണ് വാക്കൻസീസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊളത്തുപുഴ പഞ്ചായത്ത് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് CS ക്ലിപ്തം കൊല്ലം ഉണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് 2 വാക്കൻസി ഉണ്ട്. അതുപോലെ തൃശ്ശൂരും ഒരു വാക്കൻസി ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഓരോന്നിലും ഓരോ വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സാലറി 9,000 രൂപ കൺസോളിഡേറ്റഡ് പേ ആണ്. രണ്ടാമത് 12,370 മുതൽ 33,490 രൂപ വരെയാണ് വരുന്നത്. അടുത്തതിൽ വരുന്നത് 18,300 മുതൽ 46,830 വരെയാണ്. ലാസ്റ്റ് പോസ്റ്റിൽ വരുന്നത് 6,000 കൺസോളിഡേറ്റഡ് പേ ആണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നവർ, കാരണം എല്ലാ പോസ്റ്റിനും സെയിം തന്നെയാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 22/2025 അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടൻസ് പോസ്റ്റിലേക്കാണ്. ഇതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് വാക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ 6 വാക്കൻസീസ് ആണ് ഉള്ളത്. കൊല്ലം, എറണാകുളം, കോഴിക്കോട്, 2 കണ്ണൂർ 2 ഓപ്ഷൻസ് ഉണ്ട്. കടന്നപ്പള്ളി, പാണപ്പുഴയും അതുപോലെ തന്നെ മുല്ലക്കൊടിയിലും ഉണ്ട്. ആൻഡ് കാസർഗോഡ്, ഇങ്ങനെ 6 വാക്കൻസീസ് ആണ് ഉള്ളത്. ആൻഡ് ഇതിൽ കാസർഗോഡ് വന്നിട്ടുള്ളത് ചീഫ് അക്കൗണ്ടൻസ് ആണ്. 25,000 മുതൽ 62,000 രൂപ വരെയാണ് പേയ്മെന്റ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണൂർ കടന്നപ്പള്ളിയിൽ വരുന്നതും ചീഫ് അക്കൗണ്ടൻസ് ആണ്. ബാക്കിയെല്ലാം അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റ് തന്നെയാണ്. അതിന് ഓരോന്നിലും നിങ്ങൾക്ക് പേയ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്കൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. അവിടുന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്.
അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഒരു സർവകലാശാലയും ഏതെങ്കിലും ഒരു സർവകലാശാല ബിരുദം ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സഹകരണ ഹയർ ഡിപ്ലോമ, അതായത് HDC അല്ലെങ്കിൽ HDC-BM ഒക്കെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് HDC ഉണ്ടായിരിക്കണം, HDC ഡിപ്ലോമ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് HDC ആൻഡ് BM ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഓക്കെ, HDC-BM ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ആയിട്ടുള്ള ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC എന്ന് പറയുന്ന ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ HDC ആൻഡ് BM, JDC ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് കാർഷിക സർവകലാശാലയിൽ നിന്ന് BSc or MSc ഉണ്ട്, നിങ്ങൾക്ക് BSc or MSc സഹകരണം ആൻഡ് ബാങ്കിങ്ങിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഇത്രയും പോസ്റ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി BCom ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. BCom അപ്ലൈ ചെയ്യണമെങ്കിൽ സഹകരണം നിങ്ങളൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്നും കൂടെ ജസ്റ്റ് പറയാണ്, ഡിഗ്രി പ്ലസ് HDC അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് HDC-BM, അതല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് JDC. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc or MSc ആണെങ്കിൽ സഹകരണം ഒരു ബാങ്കിങ്ങിൽ BSc or MSc ഇൻ കാർഷിക സർവകലാശാലയിൽ നിന്നും. ഇനി BCom ബിരുദം വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സഹകരണം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ ക്ലർക്കാണ്. ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ SSLC ആണ്. ഇതിന് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ഉണ്ടായിരിക്കണം. SSLC ആൻഡ് തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC ഉണ്ടായിരിക്കണം. SSLC പ്ലസ് JDC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടിസ്ഥാന യോഗ്യതയായിരിക്കും. ആൻഡ് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇത് അതേസമയം നിങ്ങൾ കാസർഗോഡ് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേറൊരു രീതിയിലാണ് വരുന്നത്. കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC or DCM, ഓക്കെ, GDC അല്ലെങ്കിൽ DCM ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, GDC or DCM. കാസർഗോഡ് ജില്ലയിലുള്ളവർക്കാണ് ഈ പറയുന്നത്. ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതിനൊപ്പം അതല്ലെങ്കിൽ നിങ്ങൾ കേരള സംസ്ഥാന സർക്കാർ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും BCom ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BCom ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സഹകരണം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്ക് ബിരുദമുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC ഉണ്ടായിരിക്കണം. നിങ്ങൾ ബിരുദം ഡിഗ്രി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി പ്ലസ് HDC ഉണ്ടായിരിക്കണം. ഓക്കെ, ഡിഗ്രി പ്ലസ് HDC ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ HDC ആൻഡ് BM ഉണ്ടായിരിക്കണം. ഓക്കെ, HDC ആൻഡ് BM. അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് HDC അല്ലെങ്കിൽ HDM ഉണ്ടായിരിക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് BSc വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. കാർഷിക സർവകലാശാലയുടെ BSc വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. സഹകരണം ആൻഡ് ബാങ്കിങ്ങിൽ അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് BSc വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. BSc വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ സഹകരണം ആൻഡ് ബാങ്കിങ് BSc ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് BCom വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. BCom വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സഹകരണം ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. അതുപോലെ നിങ്ങൾ ഡിഗ്രി വെച്ചിട്ടാണെങ്കിൽ HDC അല്ലെങ്കിൽ HDC ആൻഡ് HM ഉണ്ടായിരിക്കണം. ഇനി SSLC വെച്ചിട്ടാണെങ്കിൽ JDC ആണ്. ഇനി കാസർഗോഡ് ആണെങ്കിൽ അത് GDC or DCM വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇതാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. ആൻഡ് ഇത് രണ്ട് പോസ്റ്റാണ് വന്നിരിക്കുന്നത്, കോട്ടയത്തും അതുപോലെ തന്നെ എറണാകുളത്തും. കോട്ടയത്ത് 5 വാക്കൻസീസും എറണാകുളത്ത് 3 വാക്കൻസീസും ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ കോട്ടയത്ത് 5 ജനറൽ വാക്കൻസീസ് ആണ്. ഇനി വെണ്ണല വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എറണാകുളത്ത് വന്നിരിക്കുന്ന 3 വാക്കൻസീസിൽ 1 PWD വാക്കൻസിയും 2 ജനറൽ വാക്കൻസീസ് ആണ്. ആൻഡ് സാലറി 18,000 മുതൽ 46,830 രൂപ വരെയാണ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നതും ജൂനിയർ ക്ലർക്ക് പോസ്റ്റ് തന്നെയാണ്. കാറ്റഗറി നമ്പർ മാത്രമേ മാറിയിട്ടുള്ളൂ. ആൻഡ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും നേരത്തെ പറഞ്ഞതിലും സെയിം തന്നെയാണ്. ആൻഡ് ഇതിനകത്ത്
സംഘങ്ങൾ വരുന്നത് ഒന്ന് കണ്ണൂരും 2 കണ്ണൂരാണ്, ഒന്ന് പിണറായി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തവും ഒന്ന് മുല്ലക്കൊടിയാണ് വന്നിരിക്കുന്നത്. മുല്ലക്കൊടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ക്ലിപ്തത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വാക്കൻസി നോക്കിക്കഴിഞ്ഞാൽ രണ്ടിടത്തും 2 വാക്കൻസീസ് വീതമാണ്. ഇതിൽ പിണറായി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തത്തിൽ ഒരു ജനറൽ വാക്കൻസിയും ഒരു SC/ST വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. സാലറി വന്നിരിക്കുന്നത് 18,300 രൂപ മുതൽ 46,830 രൂപ വരെയാണ്. അടുത്ത് വന്നിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് 25/2005 ഇത് വന്നിരിക്കുന്നതും സെയിം യോഗ്യത തന്നെയാണ്. ഈ പോസ്റ്റുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം അരുവിക്കര വന്നിട്ടുണ്ട്. തിരുവനന്തപുരം അരുവിക്കര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ വന്നിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക് ഒരു SC/ST പോസ്റ്റും ഒരു ജനറൽ പോസ്റ്റും 16,890 രൂപ മുതൽ 43,660 രൂപ വരെയാണ് വരുന്നത്. ഇതിനകത്ത് രണ്ടാമത്തെ വാക്കൻസി വക്കം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിലാണ്. ഇതും ട്രിവാൻഡ്രത്ത് തന്നെയാണ് വരുന്നത്. ജൂനിയർ ക്ലർക്ക് 4 വാക്കൻസീസ്, SC/ST 1 വാക്കൻസിയും ജനറൽ വാക്കൻസി 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്ത് തന്നെ നാവായിക്കുളം ഉണ്ട്. നാവായിക്കുളം ആണെങ്കിൽ SC/ST 1 വാക്കൻസിയും ജനറൽ 2 വാക്കൻസീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അയിരൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരത്ത് ഉണ്ട്. അവിടെ ആണെങ്കിൽ 3 വാക്കൻസി, SC/ST 1 വാക്കൻസിയും ജനറൽ വാക്കൻസി 2 എണ്ണമാണ് ഉള്ളത്. ഇനി കേരള സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പ് എംപ്ലോയീസ് ഹൗസിംഗിൽ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് 2 ജനറൽ വാക്കൻസീസ് ആണ്. ഇനി വെട്ടിക്കവല കൊല്ലാണെങ്കിൽ 3 വാക്കൻസീസ് ഉണ്ട്, 3 ജനറൽ വാക്കൻസീസ്. പുനുക്കുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം കൊല്ലം 2 ജനറൽ വാക്കൻസീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ കുളത്തുപുഴ കൊല്ലമുണ്ട്, 3 ജനറൽ വാക്കൻസീസ്. കായംകുളം ആലപ്പുഴയുണ്ട്, 2 ജനറൽ വാക്കൻസീസ്. ഇത്രയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റിനകത്ത് വന്നിരിക്കുന്ന വാക്കൻസീസ് എന്ന് പറയുന്നത്. അടുത്ത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 26/2025 ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലേക്കാണ് വരുന്നത്. ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും സെയിം തന്നെയാണ് വരുന്നത്. ഇതിന്റെ സംഘങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം 1 വാക്കൻസി, ഇടുക്കി 2 വാക്കൻസി, എറണാകുളം കണയന്നൂർ 1 വാക്കൻസി, അതുപോലെ എറണാകുളം ആലുവ 2 വാക്കൻസി, 1 PWD വാക്കൻസിയും 1 ജനറൽ വാക്കൻസിയും. കുഴിപ്പിള്ളി എറണാകുളം ആണെങ്കിൽ 3 ജൂനിയർ ക്ലർക്ക് വാക്കൻസിയാണ്, 1 ഭിന്നശേഷി വിഭാഗവും 2 ജനറൽ വിഭാഗവുമാണ്. അതുപോലെ തൃശ്ശൂർ 3 വാക്കൻസീസ് ആണ് ഉള്ളത്. പട്ടാമ്പി പാലക്കാട് 1 വാക്കൻസിയാണ് വന്നിട്ടുള്ളത്, 1 ജനറൽ വാക്കൻസി. ബാക്കി താഴോട്ട് ഏജ് റിലാക്സേഷനും ഏജിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ദെൻ അടുത്ത് വീണ്ടും ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ ക്ലർക്കിനെല്ലാം സെയിം വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് വരുന്നത്. സംഘത്തിന്റെ പേര് വരുന്നത് മലപ്പുറം, ഫസ്റ്റ് വരുന്നത് മലപ്പുറമാണ്. അത് 1 വാക്കൻസി, അത് SC/ST വാക്കൻസിയാണ്. പിന്നെ വന്നിരിക്കുന്നത് മലപ്പുറം പുലമന്തോളാണ്. അവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന 2 ജനറൽ വാക്കൻസീസ് ആണ്. കടമനണ്ണ മലപ്പുറം ഉണ്ട്. കടമനണ്ണ മലപ്പുറം 1 PWDയും 1 ജനറൽ വാക്കൻസിയാണ്. ഇനി കരുവാരക്കണ്ട് മലപ്പുറത്താണെങ്കിൽ 2 ജനറൽ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. പനങ്ങാട് കോഴിക്കോട് 1 ജനറൽ വാക്കൻസി. കടലുണ്ടി കോഴിക്കോട് ആണെങ്കിൽ 2 ജനറൽ വാക്കൻസി. കൊയ്യോട് കണ്ണൂർ ആണെങ്കിൽ 2 ജനറൽ വാക്കൻസി. തളിപ്പറമ്പ് കണ്ണൂർ ആണെങ്കിൽ 1 ജനറൽ വാക്കൻസി. കൂത്തുപറമ്പ് കണ്ണൂർ 3 വാക്കൻസീസ് ഉണ്ട്, SC/ST വാക്കൻസി 1 ജനറൽ 2 വാക്കൻസീസ്. കാപ്പാട് കണ്ണൂർ ആണെങ്കിൽ അതിനകത്ത് 2 വാക്കൻസീസ് ഉണ്ട്, അതിൽ 1 SC/STയും 1 PWD ആണ്. ജനറൽ വാക്കൻസീസ് ഒന്നും തന്നെ അവിടെ ഇല്ല. ദെൻ ചുഴലി കണ്ണൂർ ആണെങ്കിൽ 1 ജനറൽ വാക്കൻസിയും. പഴയങ്ങാടി കണ്ണൂർ ആണെങ്കിൽ ജനറൽ വാക്കൻസി 2 പേരാവൂർ കണ്ണൂർ 2 ജനറൽ വാക്കൻസീസ്. കാങ്കോൽ കണ്ണൂർ ആണെങ്കിൽ 2 വാക്കൻസീസ് ഉണ്ട്, അതിൽ 1 SC/ST വാക്കൻസിയും 1 ജനറൽ വാക്കൻസിയാണ്. മാങ്ങാടിടം കണ്ണൂർ ആണെങ്കിൽ 1 ജനറൽ വാക്കൻസി. പിന്നെ മുട്ടത്തൊടി കാസർഗോഡ് ഉണ്ട്, 1 ജനറൽ വാക്കൻസി. അപ്പോൾ കാസർഗോഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പ്ലസ് ജൂനിയർ കാസർഗോഡ് GDC ഓർ DCM ആണ് നിങ്ങൾക്ക് വേണ്ടത്, അത് മാത്രം ശ്രദ്ധിക്കുക. ദെൻ അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 മുതൽ 4 വരെയുള്ളവർക്കാണ്. ഇതിനകത്ത് 28/2025 നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ജൂനിയർ സഹകരണ നിയമത്തിന് വിധേയം SSLC തന്നെയാണ്. SSLC അതോ തത്തുല്യ യോഗ്യത നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെയിം ക്വാളിഫിക്കേഷൻസ് തന്നെയാണ്. SSLC പ്ലസ് JDC അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാസർഗോഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ GDC ഓർ DCM. ഇനി ഡിഗ്രി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് HDC അല്ലെങ്കിൽ HDC ആൻഡ് HM BM ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് കാർഷിക സർവകലാശാലയിലെ BSc വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സഹകരണ ബാങ്കിങ് ഉണ്ടായിരിക്കണം, അത് ആ ബാങ്കിങ് ആയിരിക്കണം. അതല്ല നിങ്ങൾ BCom വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് BComൽ
സഹകരണം ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻഡ് ഇതിനകത്ത് വന്നിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് കൊല്ലത്താണ്. കൊല്ലം പത്താരമാണ് വന്നിരിക്കുന്നത്. രണ്ട് വാക്കൻസീസ്, ജനറൽ വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഇനി മേലുക്കരയുണ്ട്. മേലുക്കര പത്തനംതിട്ട ഒരു ജനറൽ വാക്കൻസി. ആൻഡ് ഇതാണ് ഈ 2 വാക്കൻസിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്ത് വന്നിരിക്കുന്നതും ജൂനിയർ ക്ലർക്ക് 29/2025 ജൂനിയർ ക്ലർക്കാണ്. സെയിം വിദ്യാഭ്യാസ യോഗ്യത. കോട്ടയം വടയാറുണ്ട് 2 വാക്കൻസീസ്. TV പുരം കോട്ടയം 2 ജനറൽ വാക്കൻസീസ്. തച്ചുനാട്ടുകാര പാലക്കാട് 1 ജനറൽ വാക്കൻസി. കാഞ്ഞിരപ്പുഴ പാലക്കാട് 1 ജനറൽ വാക്കൻസി. ഇത്രയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ജൂനിയർ ക്ലർക്ക് അല്ലാത്ത പോസ്റ്റുകളും വരുന്നുണ്ട്. ആൻഡ് ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 മുതൽ ക്ലാസ് 4 വരെയുള്ള ബാങ്കുകളിലേക്ക് 30/2025. ഇതിനകത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് കോഴിക്കോട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസനത്തിലാണ്. 2 വാക്കൻസി, ഒരു PWDയും ഒരു ജനറലും. മൊക്കേര് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂര് 1 ജനറൽ വാക്കൻസി. ഇത്രയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിനകത്ത് MCA ഓർ MBTech ആണ്. MCA ഓർ BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിലായിരിക്കണം BTech ഉണ്ടായിരിക്കേണ്ടത്. അതിന് ഇതിൻ്റെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഒരു 3 years എക്സ്പീരിയൻസസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇതിൻ്റെ സഹകരണ സംഘങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം പേരൂർക്കടയാണ്. ഒരു വാക്കൻസിയാണ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ സാലറി നോക്കിക്കഴിഞ്ഞാൽ 26,000 മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 26,580 മുതൽ 63,790 രൂപ വരെ ആയിരിക്കും സാലറി വരുന്നത്. പിന്നെ മട്ടാഞ്ചേരി ഉണ്ട്, എറണാകുളം മട്ടാഞ്ചേരി. ഇവിടെ നിങ്ങൾക്ക് ഒരു വാക്കൻസിയാണുള്ളത്, ജനറൽ വാക്കൻസി. പനങ്ങാട് കോഴിക്കോടാണെങ്കിൽ ഒരു ജനറൽ വാക്കൻസിയാണുള്ളത്. പയങ്ങാടി കണ്ണൂറാണെങ്കിലും ഒരു ജനറൽ വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 32/2025 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ 1 വർഷത്തെ പ്രവൃത്തി, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനകത്ത് വരുന്നത് കൊളത്തുപുഴ കൊല്ലം ഒരു ജനറൽ വാക്കൻസിയാണ്. സാലറി 17,000-ലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 44,000 വരെയൊക്കെ വരുന്നുണ്ട്. ആൻഡ് മേത്തല തൃശ്ശൂർ വരുന്നുണ്ട് ഒരു വാക്കൻസി. അതുപോലെ തൃക്കാലങ്ങോട് മലപ്പുറം വരുന്നുണ്ട്. ഒരു SC/ST വാക്കൻസിയാണ് അവിടെ ഉള്ളത്. അവിടെ ജനറൽ വാക്കൻസീസ് ഇല്ല. മുല്ലക്കൊടി കണ്ണൂരാണെങ്കിൽ ഒരു ജനറൽ വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്ത് വന്നിരിക്കുന്നത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാറ്റഗറി നമ്പർ 33/2025 ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണ്. നിങ്ങൾക്ക് SSLC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ടൈപ്പിംഗ് അറിഞ്ഞാൽ മതി, സർട്ടിഫിക്കറ്റ് വേണ്ട. ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് തിരുവനന്തപുരം അരുവിക്കരയാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ടൈപ്പിസ്റ്റ് 1 അതിനകത്ത് ഭിന്നശേഷി വിഭാഗം മാത്രമാണ്. PWD കാൻഡിഡേറ്റ്സിന് ഒരു വാക്കൻസി മാത്രമാണ് ഇവിടെ ഉള്ളത്. 16,890 രൂപ മുതൽ 43,660 രൂപ വരെയാണ് ഇതിന്റെ പേയ്മെന്റ് വരുന്നത്. ഇതിലെ എല്ലാ പോസ്റ്റുകളിലേക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 1/1/2025 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടത് 40 വയസ്സിൽ കൂടാനും പാടില്ല. അപ്പം നിങ്ങൾക്ക് മിനിമം 18 വയസ്സ് ഉണ്ടായിരിക്കണം, മാക്സിമം 40 ആണ്. ഇതിൽ നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് 3 വർഷത്തെ വിയുക്ത ഭടന്മാർക്കും 3 വർഷത്തെ അതുപോലെ തന്നെ EWS വിമുക്ത എക്സ് സർവീസ്മാൻ അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടവർക്ക് 3 വർഷത്തെ ഇളവുണ്ടായിരിക്കും. ഇനി ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ PWD കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. 10 വർഷത്തെ ഇളവും, വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ എക്സാമിനേഷൻ വരുന്നത് 100 ചോദ്യങ്ങളായിരിക്കും, 100 മാർക്കായിരിക്കും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തവർക്ക് ഒരു 20 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ബാക്കി 16 മാർക്കിനാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യേണ്ടത്. ഇതിനകത്ത് പരീക്ഷാ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 150 രൂപയാണ് ഇതിന്റെ പരീക്ഷാ ഫീസ്. ജനറൽ അതുപോലെ തന്നെ SC/ST അല്ലാത്ത എല്ലാവർക്കും വരുന്നത് 150 രൂപയാണ്. നിങ്ങൾക്ക് എത്ര പോസ്റ്റിലേക്ക് വേണോ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ 150 രൂപയാണ്. നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ഒരു
പോസ്റ്റിലേക്കും കൂടെ അടയ്ക്കണമെങ്കിൽ അതിലേക്ക് നിങ്ങൾ 50 രൂപ അടച്ചാൽ മതി. പിന്നെ നിങ്ങൾ 150 അടയ്ക്കേണ്ട. ആകെ ഒരു പ്രാവശ്യം 150, പിന്നെ എത്ര നിങ്ങൾ അടയ്ക്കുന്നുണ്ടെങ്കിലും അതിന് 50 വെച്ചിട്ട് നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് പോയാൽ മതി. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 150 ഇല്ല. എല്ലാ പോസ്റ്റ് നിങ്ങൾ എത്ര പോസ്റ്റ് അപ്ലൈ ചെയ്ത എല്ലാ പോസ്റ്റിനും ആദ്യം മുതൽ എല്ലാ പോസ്റ്റുകൾക്കും 50 രൂപ തന്നെയായിരിക്കും വരുന്നത്. അതിന് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.cseb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ വെബ്സൈറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ്. അതിന് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൈ ആപ്ലിക്കേഷനിൽ പോയിട്ട് ആ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കണം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് ഫോണിൽ തന്നെ സൂക്ഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ്. അതിന് അപേക്ഷ നേരിട്ട് ഓക്കെ, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/11/2025 ആണ്. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട്. എന്ന് പറഞ്ഞ് ലാസ്റ്റിലേക്ക് ആരും വയ്ക്കാതെ എല്ലാവരും ആദ്യം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ പോയതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനകത്ത് വരുന്നത്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിൻ്റെ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും നമ്മൾ ഒരു ദിവസം 2 വീഡിയോ വെച്ചിട്ട് മസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.